വീട്ടിലുണ്ടാവും. പിന്നെ മിക്കവാറും പറമ്പിലായിരിക്കും. ചേട്ടൻ എവിടെയെന്ന് ചോദിച്ചാൽ അതേ പറമ്പിലുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറയാം. അങ്ങനെ പറയാല്ലേ. ഓക്കെ. ചേട്ടൻ്റെ ഹോബീസ് എന്തൊക്കെയാണ്? എൻ്റെ ഹോബീസ് ശരിക്കും പറഞ്ഞാൽ ട്രാവൽ ചെയ്യാന്നുള്ളതാണ്. ഇപ്പം കല്യാണം കഴിച്ച ശേഷം വൈഫ് സമ്മതിക്കാത്തത് ട്രാവൽ ചെയ്യാൻ. അതും നിർത്തിച്ചു. ഓക്കെ. അങ്കിളുടെ ഹോബീസ് എന്തൊക്കെയാണ്? ഞാൻ മെയിൻലി ബാങ്കിൽ വർക്ക് ചെയ്യാണ്. കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് അടിമാലി കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ. TV വാച്ചും വായിക്കും. പിന്നെ ഏതുതരം ബുക്സൊക്കെ വായിക്കാൻ ഇഷ്ടം? ബുക്സ് മെയിനായിട്ട് മാഗസിൻസൊക്കെയാണ് വായിക്കുന്നത്. ആൻറ്റി നന്നായിട്ട് കുക്ക് ചെയ്യുന്ന അറിഞ്ഞല്ലോ. ഈസ്റ്ററിന് എന്താ സ്പെഷ്യല്? കോഴിക്കോട് സ്പെഷ്യലാ ഈസ്റ്ററിന്? അറിയില്ല. ഇപ്പൊ ഞങ്ങളുടെ ഹൈ റേഞ്ച് വിഭവങ്ങളെ അറിയുള്ളൂ. അടിമാലി വിഭവങ്ങളൊക്കെ പഠിപ്പിച്ചു. എന്താ ഈസ്റ്ററിന് സ്പെഷ്യൽ എന്താ ആൻറ്റിയുടെ വക? പിടി തന്നെയാണ്, വേറെ ഒന്നുമില്ല? വേറെ ഉണ്ട്. കിടക്കുവാ അല്ലേ? ദൈവമേ, പറഞ്ഞോണ്ടിരുന്ന പക്ഷെ ഇപ്പൊ അത് പിടിയായി മാറ്റി. പിടിയായി മാറി. അതെന്താ മറ്റേ ബിരിയാണി ഉണ്ടാക്കി ശരിയാക്കാൻ വെച്ചിട്ടാണോ? അല്ല, പിടി എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട്. കണ്ടോ ആൻറ്റീനെ പരിഹസിക്കുന്ന കണ്ടോ? നമ്മൾ ബിരിയാണി ഉണ്ടാക്കി തോപ്പിക്കണം, നമുക്ക് അതെങ്കിലും അറിയാൻ പാടില്ലേ. ഓക്കെ. എങ്ങനെയാ ചേച്ചി കിച്ചണിലൊക്കെ കയറാറുണ്ടോ? ഇല്ല. കിച്ചൺ എവിടെയാണെന്നറിയോ? അറിയാൻ വല്ലപ്പോഴൊക്കെ നമുക്ക് വയറൊന്ന് കരിയുമ്പം ഒന്ന് ഇടയ്ക്കൊന്ന് കയറേ ഉള്ളൂ, അല്ലാതെ ഫുഡൊന്നും ഉണ്ടാക്കാൻ കയറാറില്ല. അമ്മ ഉണ്ടാക്കി തന്നല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാ? ബിരിയാണി. അത് ബിരിയാണി എന്ന് പറഞ്ഞോണ്ടാ? അല്ല, ഇന്നും ബിരിയാണിയാണോ ആൻറ്റിയുടെ? എന്നും ബിരിയാണിയാണല്ലേ. ഓക്കെ. അങ്കിളിന് ഏതാ ആൻറ്റി ഏറ്റവും ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാ? ചോറും കറികളും. അപ്പം നോണ പറഞ്ഞത് മനസ്സിലായിട്ടോ. ഓക്കെ. ആൻറ്റി ഉണ്ടാക്കുന്ന കറികൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതാ? ബീഫ് ഫ്രൈ. വേറൊന്നും ഇഷ്ടമില്ല? ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, എല്ലാ ഫ്രൈകളും ഇഷ്ടമാണ്. എല്ലാ ഫ്രൈകളും ഇഷ്ടം. ഓക്കെ. ആൻറ്റി കിച്ചണിൽ നിന്ന് എപ്പോഴും കിച്ചണിൽ തന്നെയാണോ അതോ എപ്പോഴും കിച്ചണിലൊന്നുമല്ല, ഇറങ്ങാറുണ്ട്? അപ്പൊ ഇഷ്ടമല്ല, ഇഷ്ടമല്ല. അപ്പൊ സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? സഹായിക്കാനില്ല. ഇല്ല. ആൻറ്റിക്ക് ഒറ്റയ്ക്ക് അടുക്കള നിൽക്കുന്നതാണ് ഇഷ്ടം? അല്ല, ആൻറ്റിക്ക് ഒറ്റയ്ക്ക് അടുക്കള നിൽക്കുന്നതാണ് ഇഷ്ടം അതോ വേറെ ആരെങ്കിലും ഇടയ്ക്ക് കയറി ആൻറ്റി ചെയ്യുന്ന പണി ഇടയ്ക്ക് കയറി വേറെ ആരും ചെയ്യുന്ന ഇഷ്ടമാണ്? ഒരു പണിയും ചെയ്യുന്ന അല്ല, ഇടയ്ക്ക് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടുള്ളവർ ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പൊ ചേച്ചി കയറാറില്ല, പിന്നെന്ത്? ചേച്ചി ഇപ്പം ഞാൻ ഇപ്പൊ കേറ്റാറില്ല. ഭാഗ്യം കേട്ടോ. ഓക്കെ. പിന്നെ ആൻറ്റി ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തൊക്കെയാ ഇഷ്ടം ചെയ്യാൻ? ഗാർഡനിങ് ഒക്കെ ഇഷ്ടം. ഓക്കെ. അപ്പം ഈ പൂവൊക്കെ പിടിപ്പിച്ചേക്കും. ഓക്കെ. അങ്കിള് പിന്നെ പോവൂലോ, ഓഫീസിൽ പോവൂലോ? അപ്പം ആൻറ്റി ഒറ്റയ്ക്കായിരിക്കും? ബോറടിക്കാറുണ്ട്? ഇല്ല. ചേച്ചി ഉണ്ടല്ലോ അല്ലേ? ഹോസ്റ്റലാണ്. ചേച്ചി വരുമ്പോൾ കുഴപ്പമില്ല. നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പണ്ടത്തെ ഈസ്റ്ററിനെ കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈസ്റ്ററിനെ കുറിച്ചൊക്കെ കുറേ വിശേഷങ്ങൾ പങ്കുവച്ചു. അടുത്തായിട്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ? ആരാ ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്നേ? അപ്പം ആരും ഇല്ലേ? എല്ലാവരും പാടും. അപ്പം എല്ലാവരും കൂടി ഒരു പാട്ട് പഠിക്കാം. നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലാലാ 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 ആഹാ ലാ ആഹാ ആഹാ ആഹാ. നന്നായിട്ട് പാടിട്ടോ. അപ്പോൾ ഒരിക്കലും ആൻറ്റി അവളെ മാറി ഇന്ന് ചെറുതായിട്ട് ചുണ്ടനക്കുന്നത് ഞാൻ കണ്ടുള്ളൂ. ഏതായാലും എല്ലാവരും നന്നായിട്ട് പാടി. അപ്പം നല്ലൊരു ഫുട്ബോൾ പ്ലെയറാണെന്ന് ഞാൻ അറിഞ്ഞു. സത്യമാണോ? ചുമ്മാ ആണെന്നോ? അപ്പം എല്ലാവരും പറഞ്ഞല്ലോ ആണെന്ന്. ചുമ്മാ വെറുതെ പോവും, ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. സ്കൂളിൽ നിന്ന് സെലക്ഷൻ കിട്ടിയേക്കുന്ന ആളാണ്. കൂട്ടി പറയല്ലെന്ന് എല്ലാരും ഓരോരുത്തരെ കുറിച്ച് പുകഴ്ത്താനാ നോക്കുന്നത്, ഇവിടെ താഴ്ത്താനാണോ നോക്കുന്നത്? കൂട്ടുകാരുണ്ടെങ്കിൽ പിന്നെ ഇത് പറഞ്ഞ് കളിയാക്കി നാണം കിട്ടും. അതുകൊണ്ടാണോ? കയറണം, ക്ലാസ്സിൽ കയറണം. ഓക്കെ. ഞാനിവിടെ വന്നപ്പോൾ മുതൽ ഒരു ഫിലിം സ്റ്റാറിനെ ഇവിടെ കണ്ടു. ഒരു ഫിലിം സ്റ്റാറിൻ്റെ ചെറിയ ചായയുള്ള ഒരാളെ കണ്ടു. ആരാ നാക്കിങ്ങനെ പറയാമോ? അല്ലല്ലോ.
ഒരു ജയസൂര്യയുടെ കട്ടുള്ള ഒരാളുണ്ട്. അങ്ങനെ ഇല്ല എനിക്ക് ജയസൂര്യയുടെ കട്ടാ തോന്നിയത്. എന്താരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലില്ല. അല്ല ഞാൻ ജയസൂര്യ എന്ന് പറഞ്ഞപ്പോ തന്നെ ഇവരെല്ലാവർക്കും മനസ്സിലായി ഇയാളാണ്. അപ്പൊ ശരിയല്ലേ? പറഞ്ഞിട്ടില്ല, ഞാനാണ് ആദ്യമായിട്ട് പറയുന്നത്. അപ്പൊ അതിനുള്ള ക്രെഡിറ്റ് എനിക്കല്ല. പിന്നെ ചെലവ് വേണം, ഉറപ്പായിട്ട് ചെലവ് വേണം. അപ്പൊ ഇനി എല്ലാരും വഴിയേ പറഞ്ഞോളും. നമ്മുടെ ജയസൂര്യയിലേ പോണേ വീണിട്ടുണ്ട്. അടിമാലിയിലെ ജയസൂര്യ ഇതേ പോണെന്ന് പറഞ്ഞ ഇനി എല്ലാരും. ഓക്കെ, പിന്നെ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടിയതാ? മലയാളത്തിൽ സമരത. നടൻ പൃഥ്വിരാജ്. ഓക്കെ, ഞാൻ കേട്ട് ജയസൂര്യ എന്ന് പറയൂന്ന്. അങ്കിളിനോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മോഹൻലാലിന്റെ ഒരു പൊടിയൊക്കെ ഉണ്ട്. മോഹൻലാലിനെ തന്നെയാന്ന് പറഞ്ഞേ. ഓ ഓക്കെ. നടി? പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരും ഇഷ്ടമാണ്. പണ്ട് കാലത്ത് നടന്മാരിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഏജിൽ സിനിമ കാണുമ്പോൾ മോഹൻലാലുണ്ട്. പിന്നെ അതിലും പഴയതിലേക്ക് പോയെന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ല, അങ്ങനെ അധികം കണ്ടിട്ടില്ല. അപ്പൊ നസീറൊക്കെ ആ ഏജിലേക്ക് പോകും. നമ്മൾ ചെറുപ്പക്കാരനല്ലേ? അതെ അന്നാണ് പറഞ്ഞു വരുന്നത്. സിനിമയുടെ ക്രൈസ് ഇല്ലല്ലോ. സിനിമയുടെ ക്രൈസ് തുടങ്ങുന്ന കാലത്ത് 80s മുതൽ മോഹൻലാലിന്റെ മോഹൻലാലിന്റെ വലിയൊരു ഫാനാണല്ലേ? അപ്പൊ മോഹൻലാലിന്റെ എല്ലാ ഫിലിംസും കാണാറുണ്ടോ? ഇല്ല,